എല്ലാവരുടെയും ആഗ്രഹം പോലെ നമ്മുടെ സ്റ്റോറിക്ക് ചെറിയൊരു മാറ്റം വരുത്താണ്. ഇന്നലെ നടന്ന എപ്പിസോഡ് 7 വന്ന് നമ്മുടെ പാർവതിക്ക് ഞാൻ ഒരു ആക്സിഡൻ്റ് ആക്കിയായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് 2-3 ഫ്രണ്ട്സ് പറഞ്ഞു, എടി ആ ഒരു ആക്സിഡൻറ്റ് വേണ്ടായിരുന്നു, അവർ തന്നിട്ട് പ്രണയിച്ച് ജീവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ആക്സിഡൻറ്റ് വേണ്ട, അല്ലെങ്കിൽ ഞാൻ നായകനെ ആക്സിഡൻ്റ് ആക്കാൻ പാടില്ലായിരുന്നു. എൻ്റെ തെറ്റാണ്, ക്ഷമിക്കില്ലായിരുന്നു എന്നോട്. കണ്ടിന്യൂസ്ലി എപ്പിസോഡ് കണ്ടാലേ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലാകുകയുള്ളൂ. ഓക്കെ, അപ്പം എല്ലാവരും ശിവപാർവതിയുടെ എപ്പിസോഡ് 6 എപ്പിസോഡ്സ് ഞാൻ റിലീസ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം പോയി കാണുക. കഴിഞ്ഞ എപ്പിസോഡിൽ നടന്ന ആക്സിഡൻറ്റും അതിനോട് അനുബന്ധിച്ച കാര്യങ്ങളുമെല്ലാം ശിവൻ്റെ സ്വപ്നമായിരുന്നു. ശിവൻ ഫ്രഷായി കഴിഞ്ഞ് ഒന്ന് കടന്നായിരുന്നു. ആ സമയത്താണ് ഈ ഒരു സ്വപ്നം ശിവൻ കാണേണ്ടതായത്. അപ്പം ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെയാണ്, സ്വപ്നം മാത്രമാണ്. ഈ ഒരു ആക്സിഡൻറ്റ് സ്വപ്നം മാത്രമാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം നമുക്ക് നേരെ സ്റ്റോറിയിലോട്ട് പോകാം. എന്താ? ഞാനൊരു സ്വപ്നം കണ്ടേ. എന്താണെന്നറിയോ സ്വപ്നം? സത്യം പറഞ്ഞ സ്വപ്നം കൊണ്ട് പേടിച്ചു പോയി. നിനക്കറിയോ? എന്താ, എന്നെ കൊല്ലുന്നല്ലോ സ്വപ്നം? എക്സാക്റ്റ് പോലെ തന്നെ. ഓ, നിങ്ങളെന്നെ കൊല്ലാൻ നടക്കുമല്ലേ? അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാ കൊല്ലുന്നതായിരിക്കും കണ്ടത്? അങ്ങനെയല്ല, നിനക്ക് ആക്സിഡന്റ് ആവുന്ന കണ്ടത്. നിങ്ങൾ ഉറക്കുമ്പോൾ നിങ്ങൾക്ക് കാവലിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്നെ അങ്ങോട്ട് കൊണ്ടുവന്നത്. ഓരോ കൊണ്ടയിലില്ലെങ്കിലൊക്കെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എന്താ വെച്ചാൽ നിങ്ങളുടെ മൈൻഡ് കേൾക്കൂലെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷേ എനിക്കറിയാം നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെന്ന്. അതുപോലെ തന്നെ എനിക്കും നിങ്ങളെ ഇഷ്ടമാണ് ശിവേട്ട. യു നോ ഐ ലവ് യു. നീ ഇപ്പോൾ പറഞ്ഞതിനെ പറ്റി നിനക്ക് ധാരണ വല്ലതും ഉണ്ടോ? ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളെയും പറ്റിയും എനിക്ക് നല്ല ധാരണയുണ്ട്. ഞാൻ ഇപ്പോൾ പറഞ്ഞത് വളരെ സത്യമായ കാര്യം. എനിക്ക് ഒരുപാട് നാളായിട്ട് നിങ്ങളെ ഭയങ്കര ഇഷ്ടം. ഒരേ ഒരു കാര്യം മാത്രം എനിക്കറിയാം മതി. ഡു യു ലവ് മീ നൗ? ഞാനിത് പറഞ്ഞ ശേഷം ഒരിക്കലും നീ എന്നെ ബ്രേക്കപ്പ് ചെയ്യാൻ പാടില്ല. പിന്നെ നീ എന്നോട് പറഞ്ഞില്ലേ അതുപോലെ എനിക്കും നിന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന്. അത് സത്യം കേട്ടോ. എനിക്ക് ഇന്നും തന്നെ വളരെ ഇഷ്ടമല്ല. നിന്നെ ആദ്യമായിട്ട് കണ്ടത് 2-3 വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയ ഇഷ്ടമാണ്. അറിയാം നിനക്ക്? ശിവേട്ടാ, ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ഇത്രയൊക്കെ പറയണോ? 2-3 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടിട്ടൊന്നുമില്ലല്ലോ. ഐ കാൺ അണ്ടർസ്റ്റാൻഡ്. എപ്പോൾ നമ്മൾ കണ്ടു? അതിന് 2-3 വർഷങ്ങൾക്ക് മുമ്പ് പ്രേമെന്നൊന്നും നിനക്കല്ലല്ലോ. പിന്നെ ഞാൻ കണ്ട പോലെ നീ എന്തിനാ കാണുന്നേ? എന്നാലും നീ എൻ്റെ അടുത്ത് പറ, എന്നെ എപ്പോഴാണ് നീ കണ്ടത്? നോക്കണേ, ശിവേട്ടാന്ന് പറഞ്ഞ് പുറകെ നടന്നു വേണ്ട. ഇഷ്ടമെന്ന് പറഞ്ഞപ്പോഴത്തേനും അവൾക്ക് ഞാൻ നീയായി, ഇടയായി, പോടയായി. ആയിക്കോട്ടെ. ഇപ്പം എന്താ വേണ്ടേ? ഞാൻ ശിവേട്ടാന്ന് വിളിക്കണോ? വാട്ട് യു വാണ്ട് ടു കോൾ മീ? ഓക്കെ, ക്യാൻ ഐ കോൾ യു? ഓഫ് കോഴ്സ്, നീ വിളിച്ചോളൂ. ബേബി. എന്നോടാ? ഞാൻ നിന്നോട് ഇങ്ങനെ വിളിക്കാനോട് പറഞ്ഞേ? എന്താ ബേബി ഇത്? ഞാൻ നിന്നോട് എൻ്റെ ഇഷ്ടം പറഞ്ഞതല്ലേ, നീയും തിരിച്ചെന്നെ ഇഷ്ടമെന്ന് പറഞ്ഞല്ലേ. പിന്നെ എപ്പോഴാണ് എന്നെ ആദ്യമേ കണ്ടത് എന്ന് പറഞ്ഞ് മാത്രമേ ഞാൻ ഈ ബേബി വിളി അവസാനിപ്പിക്കൂ. കേട്ടോ ബേബി? നീ പോയേ വേണ്ടേ, നീ ശരിയല്ല. നീ വേറെ ഏതോ മോഡില്ല. ഞാൻ പോട്ടെ. ശിവേട്ട പോകണം, നീ പോലെ. ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ, പോലെ. ഇത് മതി. ആ ബേബി വിളിക്കാട്ടിൽ നല്ലതാ ശിവേട്ടൻ. അത് മതി. അയ്യോ, എന്താ ടീം? ഞാൻ ബേബിനെ വിളിച്ചപ്പം ഷൈ ആയോ? ഹേയ്, ഡോണ്ട് ബി ഷൈ മൈ മാൻ. ഇനി അങ്ങോട്ട് ഞാനെ വിളിക്കാനുള്ള പേരല്ലേ ഇത്, ബേബി. എന്നാലും ശിവേട്ടൻ പറഞ്ഞില്ല എന്നെ എപ്പോഴാദ്യമായിട്ട് കണ്ടേന്ന്. ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, മേക്കപ്പ് ഒക്കെ ഉണ്ടായിരുന്നു.